ഇതൊക്കെ ഇവന്മാര് ഈ ഭാഗങ്ങളിൽ പലപ്പോഴായിട്ട് മോഷ്ടിച്ച സാധനങ്ങളാണ് സാർ. ജോലി എടുക്കാന്ന് പറഞ്ഞു വന്നിട്ട് ഇവന്മാര് പണിയെടുക്കാനൊന്നും വന്നല്ല സാറേ, കക്കാൻ തന്നെ വന്നാണ് സാർ. എന്താണോ ആരേവൻ? സാർ ഇത് അനീഷ്, അനീഷ് ജി കൃഷ്ണൻ. അതിന് പൈലയും അറിയാമൻ കൊന്നത് ഇവനാന്ന് സമ്മതിച്ചിട്ടുണ്ട്. യവനോ? ഇങ്ങോട്ട് നീങ്ങിക്കടാ. നീങ്ങിക്കാൻ നീയാണോ? അതെ സാറേ, ഞാനാണോ വന്നത്? എന്ത് ബേസിസിലാണോ താൻ ഇത് കൊണ്ടുവരുന്നത്? സാർ ഡീറ്റെയിൽ ആയിട്ട് പറ. പൈലിയുടെ വീട്ടിൽ കയറാൻ ഞാൻ പലതവണ ശ്രമിച്ചെങ്കിലും പൈലിയുടെ കൂടെ എപ്പോഴും പിങ്കർ ബാബു ഉണ്ടായിരുന്നു. പിങ്കർ ബാബു ആ വീട്ടിലില്ലാത്ത നേരത്തിനായി ഞാൻ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളെ പിങ്കർ ബാബുവിന്റെയും വല്യപ്പന്റെയും പ്രശ്നം തീർത്തോണ്ടിങ്ങനെ നടന്നോ? ഇവിടെ ലോഡ് വന്നു കഴിഞ്ഞാൽ കടയിൽ ഒരാളില്ല. ബാബുവിനെ വല്യപ്പച്ചൻ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടി ഒപ്പിച്ചിട്ടാ ഞാൻ ഇനി പോകുന്നത്. മോളെ, നീ ഉമ്മറം മാത്രം പൂട്ടിയിട്ട് എന്നാ കാര്യം? അടുക്കള തുറന്നു കിടക്കുമല്ലേ, ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയേ. ഇനി അറിയാത്തവരെയും കൂടി അറിയിച്ചോ. പശുവിന്റെ പേരെടുക്കാനല്ലല്ലോ, ചീട്ട് കളിക്കാൻ പോവല്ലേ. നീ ഒന്ന് പൊടി വാ മോളെ. നന്ദു പെണ്ണ എടിയേ, നന്ദൂട്ടി പപ്പടം തിന്നു കഴിഞ്ഞപ്പോ കനം കൂടി കേട്ടാ. അവിടെ ചെല്ലുന്നില്ല. അങ്ങനെ ഞാൻ അടുക്കള വാതിൽ വഴി ആ വീടിന്റെ അകത്ത് കയറി അലമാരിന്ന് ബാബുവിന്റെ ഷർട്ട് എടുത്തു. മരം വഴി അകത്ത് കയറി രണ്ടുപേരെയും കൊന്നിട്ട് കിട്ടാവുന്നത്ര സാധനങ്ങളും എടുത്ത് ബാബുവിനെതിരെ തെളിവുണ്ടാക്കാൻ ഷർട്ടും കത്തി ഞാൻ കുളത്തിലെറിഞ്ഞു. അപ്പോ ആ കത്തി കുളത്തിലുണ്ട് അല്ലേ? അതെ സാർ. എന്നാ സാറേ ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുപോകാലോ? യെസ്. സാർ സാർ എന്താടാ? സാർ ഈ കേസിൽ അവൻ ഒറ്റയ്ക്കല്ലാന്ന് എന്റെ തോന്നല്. അവൻ സൈമൺ തോമസ് സിനിമന്റെ ഇന്റർലോക്കേഷൻ റൂമിൽ വന്ന് ഷൈൻ ചെയ്യാൻ നീ ആരടാ? നീ ആ കില്ലറെ ഒറ്റക്കെട്ട് പിടിച്ചെന്നുള്ള അഹങ്കാരം കൊണ്ടാണോ? അത് ഏത് പോലീസുകാരനും പറ്റും. നീ ഒരുമാതിരി വലിയ ആളാവല്ലേ നീ? സാറേ ഞാനെന്താ പറഞ്ഞത്? നിനക്ക് മനസ്സിലായില്ലേ? മറ്റേ അവന്റെ എന്തോ അനീഷ്. അനീഷ്, അവന്റെ പുറകിലായിരുന്നു ഞാൻ. സോളിഡ് എവിഡൻസ് കിട്ടാനുള്ള താമസം ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് നീ കൊണ്ട് എന്താ നിനക്ക് വിശ്വാസമായില്ലേ? വിശ്വസായി സാർ. നീ ഇരിക്ക്. വേണ്ട സാർ. ഇരിക്ക്. വേണ്ട സാർ. അല്ലാതെ പോട്ടെ. ഈ കേസ് കണ്ടുപിടിച്ചതിന്റെ ക്രെഡിറ്റിൽ ഞാൻ നിന്റെ പേരും കൂടെ ചേർക്കാം. ചേരുവരമ്പിൽ ഇരട്ടക്കൊലപാതക കേസ് കണ്ടുപിടിച്ച സൈമൺ തോമസ് ഇരുമ്പന്റെ സംഘത്തെ സഹായിച്ച ആനവരട്ടി പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ. അതും പറ്റില്ലല്ലോ, നീ ഇപ്പൊ സസ്പെൻഷനിലല്ലേ. നിനക്ക് ബ്ലാക്ക് മാർക്ക് ഇല്ലാത്തൊരു കരിയർ വേണോ അതോ ഈ കേസ് കണ്ടുപിടിച്ചാലുള്ള ക്രെഡിറ്റ് വേണോ? നീ തന്നെ ആലോചിച്ചിട്ട് പറ. എനിക്ക് രണ്ടും വേണ്ട സാർ. പക്ഷേ സാറ് ഇപ്പൊ അനീഷായിട്ട് തെളിവെടുപ്പിന് പോകരുത്. 1 മണിക്കൂർ സമയം സാർ എനിക്കിതാ. അനീഷിനെ ഈ കേസിൽ ആരോ സഹായിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ. കൂട്ടുപ്രതികൾ ആരാണെങ്കിലും അവരെ ഇവിടെ വരുത്തി ഞാനത് തെളിയിക്കാം. ആരെയാ നിനക്ക് സംശയം? എന്നോട് പറ. എനിക്കറിയില്ല സാർ. നിനക്കറിയാമെന്ന് എനിക്കറിയാം. 1 മണിക്കൂർ സമയം ഞാൻ നിനക്ക് തരും. പക്ഷെ അത് നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ താർക്കാൻ വേണ്ടിട്ടാ. ഈ 1 മണിക്കൂർ കൊണ്ട് നീ എന്തൊന്നും എനിക്കൊന്ന് കാണണം. ആ പിങ്കർ ബാബുനെ കണ്ടോ? പിങ്കർ ബാബു അവനെ കണ്ടെങ്കിലേ ഗസ്റ്റ് ഹൗസിലേക്ക് ഒന്ന് വരാൻ പറയണേ. ഗസ്റ്റ് ഹൗസിലോ? ഇല്ലേ, കാര്യം പറ. ഗസ്റ്റ് ഹൗസിലോ? എന്താ കാര്യം? വിട്ടോ വിട്ടോ വിട്ടോ. ഇനി ചേട്ടനത് വേറെ ആരോടും പറയണ്ട. ഞാൻ ആരോട് പറയാനാ? വിട്ടോ വിട്ടോ.
ഒരു ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോ കുറ്റം ചെയ്യാത്തവനും ചിലപ്പോൾ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇപ്പോ കുറ്റം ചെയ്ത ആരാധന ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. നിങ്ങളെ കാണിക്കേണ്ട ബാധ്യത ഒന്നും പോലീസിനില്ല. പക്ഷെ അതല്ല സൈമൺ തോമസിന്റെ ഒരു ശൈലി. ഭാവന സാർ വിളി. ആകെ ആകെ ഹലോ സാറേ, ഗോമാരില്ല, അവനെ കൊണ്ടു. പീച്ച പീച്ച. ഇവനെ സഹായിച്ച ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടെന്നും എനിക്കറിയാം. അതാരാണെന്നും ഇപ്പൊ നിങ്ങൾ കാണും. ഞാനാണ് കൊന്ന ശ്രീകുട്ട. ശ്രീകുട്ട, ഞാനാണ് സാറേ. എനിക്ക് കക്കാൻ പോയി പറ്റിയാണ് സാറേ. സാറേ എനിക്ക് കക്കാൻ പോയി പറ്റിയാണ് സാറേ. ഇവിടെ കയറി കിടേ.